അവിടുന്ന് തന്റെ ജനത്തിനു വേണ്ടി ഒരു കൊമ്പ് ഉയർത്തിയിരിക്കുന്നു. തന്നോട് ചേർന്ന് നിൽക്കുന്ന ഇസ്രായേൽ ജനത്തിന്റെ മഹത്വം തന്നെ. അപ്പൊ കൊമ്പ് തന്നെ മഹത്വം എന്ന് പറഞ്ഞ കണ്ടല്ലേ. മഹത്വം നമുക്ക് വരണത് ദൈവകൃപ നമ്മളിലേക്ക് ദൈവം നൽകുന്നതും നമ്മളെ വിജയിപ്പിക്കുമ്പോഴുമാണ്. ഇതെല്ലാം തമ്മിൽ യോജിച്ചാണ് പോണത്. അപ്പോൾ കൊമ്പ് ഉയർത്തുക എന്ന് പറയുന്നതും മഹത്വം, ദൈവം ഉപരി മഹത്വം നമുക്ക് നൽകുന്നതിന് തുല്യമാണ്. അത് ദൈവത്തിന് വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ അത് ദൈവസാന്നിധ്യവും ദൈവത്തിനെ കൊണ്ട് വിജയം അനുഭവിക്കുന്നവനാണ് ഈ മഹത്വത്തിൻ്റെ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് എപ്പോഴും ദൈവം തിരിച്ച് നമുക്കൊരു മഹത്വപ്പെടുത്തുന്നുള്ള ചിന്ത എപ്പോഴും ഉണ്ടാകണം. അല്ല നമ്മൾ തിരിച്ച് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുന്ന പോലെ തന്നെ നമ്മൾ വളരണത് ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. അതുകൊണ്ടാണ് 4:20 പറയണത്. എന്താണ്? ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുവാൻ. അപ്പോൾ വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൊമ്പുയർത്താനാണ് പറയണത്. വിശ്വാസത്തിൽ മഹത്വം പ്രാപിക്കുവാൻ. റോമ 4:20 ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴാണ് നമ്മൾ മഹത്വപ്പെട്ടിട്ട് നമ്മൾ വിശ്വാസത്താൽ നമ്മൾ ശക്തി പ്രാപിക്കുന്നത്. അപ്പം മഹത്വം നിസ്സാര കാര്യമല്ല. കിട്ടുന്ന എല്ലാ പഴുതുകളും ഉപയോഗിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി നമ്മളെ തന്നെ പരിശീലിപ്പിക്കണം. ഓക്കെ അല്ലേ?